إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آله وأهل بيته وخلفائه الراشدين المهديين وأزواجه الطاهرات أمهات المؤمنين وسائر الصحابة والتابعين لهم بإحسان إلى يوم الدين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا وغوثنا قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره، وإلى حضرة شيخنا شمس دائرة العرفان الشيخ بالفضل السيد محمد جلال الدين القادري الصوفي قدس الله سره اللذيذ، وإلى حضرة سائر مشايخنا في السلسلة القادرية والرفاعية والشاذلية والنقشبندية قدس الله أسرارهم. الفاتحة. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. غير المغضوب عليه. അല്ലാഹു ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തിനാ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്? ഈ ദിക്ർ മജ്ലിസിൽ എന്തിനാ നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത്? എല്ലാം മറക്കാനാണ്. എല്ലാം, അതായത് ഈ സദസ്സിലേക്ക് വരുമ്പോൾ ദുനിയാവൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ദുനിയാവൊക്കെ നമുക്ക് കിട്ടും. അതിലുപരി നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെയാണ്. അപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്നിടത്തോളം കൽബിൽ ആര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? ഒരു ഷാറ് വന്നില്ലല്ലോ എന്ന് ഉറക്കെ പറഞ്ഞ്. ആര് മാത്രം? ലാ ഇലാഹ, എനിക്ക് ആരെയുള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. അപ്പൊ ആ ബോധ്യത്തിലിരിക്കണം. നല്ല ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് ചൊല്ലണം. ചൊല്ലൂലേ? വന്നില്ല. കാരണം ഒരു ദിക്ർ മജ്ലിസ് കാണുമ്പോൾ മലക്കുകൾ ഇങ്ങനെ, ഇന്നലില്ലാഹി മലായിക, അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്, യതൂഫൂന ഫി തുർക്കി, അവരിങ്ങനെ ഓരോ വഴിയിൽ ഇങ്ങനെ തേടി നടക്കും. എന്താ അവർ തേടി നടക്കുന്നത്? ദിക്റിന്റെ ഹൽക്കകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ദിക്ർ ഹൽക്കകൾ അവരിങ്ങനെ തേടി നടന്ന് ആ ദിക്ർ ഹൽക്ക കാണുമ്പോൾ അവര് വന്നിരിക്കും. അങ്ങനെ ആകാശം മുട്ട മാലാകമാരിങ്ങനെ നിറയും. ആ സദസ്സിലാണ് നമ്മൾ ഇരിക്കണേ. മലക്കുകൾ വന്ന് നിൽക്കുന്ന സദസ്സിൽ എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലേ? ഇല്ലേ? അപ്പൊ ഒന്ന് ഉഷാറായിട്ട് ചൊല്ലണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ توبة طلبت منك يا شفيع المذنبين ثوبي طهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله جد لعبد مفلس من سداد المذهب حب حب بحبح يا سيدي خير النبي لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله
الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله പുണ്യം നിറഞ്ഞ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറയാണ് അല്ലേ. ഒരുപക്ഷെ ഇത് റബീഉൽ അവ്വലിലെ അവസാനത്തെ രാത്രി ആയേക്കാം. അപ്പൊ നല്ല ഒരു പ്രണയനിർഭരമായ സദസ്സും കൂടെ ആകണം. നമുക്ക് അള്ളാഹുവിലേക്ക് എത്തണമെങ്കിലുള്ള വസീല ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ ഗസയുടെ കഥ പറയാറുണ്ടല്ലേ, ഫലസ്തീനിലെ മക്കളുടെ. ഇത്രയും പ്രയാസങ്ങൾക്ക് നടുവിൽ അവർ നിൽക്കുമ്പോഴും ക്രൂരമായ വേട്ടയാടലുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ആ കുഞ്ഞുമക്കള് റബീഉൽ അവ്വലില് ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് മുത്ത് ഹബീബിന്റെ മദ്ഹുകൾ പാടി ആ മദീനത്തെ രാജകുമാരനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യം ഉണ്ടായിട്ടും നമ്മുടെ കൽബിൽ ഒരു മഹബത്ത് വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് യോഗ്യത ഉണ്ട് അവരുടെ പേര് പറയാൻ? ഒന്ന് ചിന്തിച്ചു നോക്കി. ആ റബീഉൽ അവ്വൽ 12 രാത്രി അവരവരുടെ ടെന്റുകൾ എന്ന് പറയുന്ന സംവിധാനം പോലും തകർന്നു പോയപ്പോ അതിന്റെ പുറത്തിറങ്ങി നിന്ന് ദഫ് മുട്ടിയിട്ട് ഇങ്ങനെ പാടുകയാണ് റസൂലുള്ളാഹിനെ കുറിച്ച്. ഏത് സെക്കൻഡിലാണ് തന്റെ ശരീരത്തിലേക്ക് ബോംബ് വന്ന് വീഴണമെന്ന് അവർക്ക് ഒരെത്തും പിടിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴും എന്റെ ഹബീബിന്റെ മനോഹരമായ ജന്മദിനം കടന്നു വരുമ്പോ അതിൽ സന്തോഷിക്കാൻ അതൊന്നും എന്നെ ഭയപ്പെടുത്തില്ല എന്ന് ഈമാനിന്റെ ഒരു ഊർജം കൊണ്ട് മനസ്സിലാക്കിയ ആളുകളാണ് ഫലസ്തീനികളായ നമ്മുടെ സഹോദരങ്ങൾ. നമുക്കെവിടെ സഹോദരങ്ങളെ ഈമാൻ? നമ്മുടെ കൽബിൽ വേണ്ടേ മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമുക്ക് ലാസ്റ്റ് അശ്റഖ ബീത്തും കൂടെ ഒന്ന് ചൊല്ലണ്ടേ ഇന്ന്? വേണ്ടേ? അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലിത്തരുന്നത് പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ഡെയിലി ഒരു 33 സ്വലാത്തെങ്കിലും പതിവാക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഡെയിലി മാഷാ അല്ലാഹ് കുറവാണ്. സ്വലാത്തിൽ എന്നതിന്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്താണെന്നറിയോ? നമ്മൾ ഡെയിലി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് ഹദിയ ചെയ്യുന്നത് ആർക്കാണത്? ഹബീബ് റസൂലുള്ളാഹ്. നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി പെട്ടെന്ന് കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കൂലേ? ഹബീബായ തങ്ങൾ ചോദിക്കും, എരമത്ത് താമസിക്കുന്ന ഇന്നാലിന്നാളുടെ സ്വലാത്ത് ഇന്ന് വന്നില്ലല്ലോ. അപ്പൊ മലക്കുകൾ പറയും, നബിയെ അയാൾ മരിച്ചിട്ടുണ്ട്. ആ മനുഷ്യന് വേണ്ടി ഹബീബായ തങ്ങൾ ശഫാഅത്ത് ചെയ്യൂലേ? അപ്പൊ സ്വലാത്ത് ഡെയിലി ഒരു 33 എണ്ണെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. എന്തെല്ലാം അമലുകൾ നമ്മൾ ചെയ്താലും സ്വീകരിക്കുന്ന ഒരു ഉറപ്പില്ല. തമാശക്ക് ചെയ്താൽ പോലും സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു കർമ്മമുണ്ടെങ്കിൽ അതേതാണ്? അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ കാരണം എന്താ? അള്ളാഹ് അത്രമേൽ ബഹുമാനിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഡെയിലി ഒരു 33 സ്വലാത്തെങ്കിലും എൻ്റെ ലൈഫിൽ ചൊല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? എന്നുറക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കേൾക്കട്ടെ. കേട്ടില്ല? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നുകൂടെ ചൊല്ലിക്കേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി وعلى آله وصحبه وسلم لا إله إلا أنت يا حي يا قيوم لا إله إلا أنت يا حي يا قيوم لا إله إلا أنت يا حي يا قيوم إلهي
അദ്ഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹി അദ്ഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹി അദ്ഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹഖിഖ് ബാത്തിനി بحقائق لا إله إلا الله ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന രഹസ്യം ശരിക്ക് ബോധ്യപ്പെട്ടാല് നഫ്സ് അമ്മാറയിൽ നിന്ന് നമുക്ക് മേലോട്ട് കയറാൻ പറ്റും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഹാനായ ഖുത്ബുൽ അഖ്താബ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തുടങ്ങിയ എല്ലാ മഹാന്മാരും നഫ്സ് അമ്മാറയിൽ നിന്ന് പുറത്തു കടക്കാൻ ഉപയോഗിച്ച ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എനിക്ക് ആര് മതി? അപ്പൊ നമ്മള് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി അസ്തജീബ് ലക്കും. എന്താ അതിന്റെ അർത്ഥം? എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്? എന്ത് ചോദിക്കാനും നമുക്ക് ആരേ ഉള്ളൂ? നമ്മുടെ ഉമ്മായും ഇല്ല, വാപ്പായും ഇല്ല, ആരും ഇല്ല. നമുക്ക് ചോദിക്കാൻ ആരേ ഉള്ളൂ? അല്ലാഹുവേ ഉള്ളൂ. ബാക്കിയൊക്കെ അല്ലാഹു കൊടുത്തതാണ് അല്ലേ? ആത്യന്തികമായി തരുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹുവേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ അല്ലാഹുവിനോട് ചോദിക്കണത്? അല്ല ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി നമ്മൾ ചോദിക്കണില്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അല്ലെ, നമ്മളൊരു യാത്ര പോകാൻ നേരത്ത് കെട്ടികളോട് ചോദിക്കാൻ, എടി ഞാൻ പോയി വരുമ്പോ എന്താ നിനക്ക് കൊണ്ടുവരേണ്ടത്? അപ്പോ അവൾ ഒരുപാട് സംഗതികൾ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ പോണ സ്ഥലത്ത് നിന്ന് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? എന്താണ്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങൾ മതി അല്ലേ? ഈ വർച്ച അല്ലേ, ഇതല്ലേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഉള്ളത് തന്നെയാണ്. നമ്മളൊന്നും പറയണില്ല. ഇതാണോ അല്ല ഇഷ്ടപ്പെടുന്ന ഒരു മറുപടി? ഉണ്ട്, എനിക്ക് നിന്നെ മതിയല്ല. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നെ ചോദിക്ക്. അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് അതിന്. അള്ളാന്റെ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട്, ഉദ്ഉനി, എന്നെ ചോദിക്ക്, അസ്തജിബ് ലക്കും, ഞാൻ തരും. എന്നെ ചോദിക്ക്. ഇന്നുവരെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അള്ളാനെ? ഇല്ല, അള്ളാനെ ചോദിച്ചിട്ടില്ല നമ്മൾ. എനിക്ക് നിന്നെ വേണോ അല്ല? ഈ കൽബ് ഒന്ന് തുറന്നതാ അല്ല? നിന്നെ ഒന്ന് ആസ്വദിക്കണമല്ല, നിന്നെ ഒന്ന് പ്രണയിക്കണമല്ല, നിന്നെ ഈ കൽബിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണമല്ല, ഈ കൽബിന്റെ മറകളൊന്ന് നീക്കിത്താല്ല. നമ്മളെവിടെ ചോദിച്ചത്? നമ്മൾ കടം വീടണമല്ല, ഞങ്ങളുടെ കച്ചവടം നടക്കണമല്ല അല്ലേ? ഇതൊന്നും ചോദിക്കണ്ടെന്നല്ലോ. ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് അല്ലാഹുവേ ഉള്ളൂ. പക്ഷെ അവൻ ഇഷ്ടപ്പെടുന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ബാക്കിയൊക്കെ ചോദിച്ചു. എനിക്ക് നിന്നെ മതിയല്ല. അവനെ കിട്ടിയ പിന്നെ എല്ലാം കിട്ടൂലേ? സ്വർഗം അവൻ്റെതല്ലേ, നരകം അവൻ്റെതല്ലേ, എല്ലാം അവൻ്റെതാണ്. അവനെ കിട്ടിയാൽ പിന്നെ അടിമയായ എനിക്ക് അവനുള്ളതൊക്കെ ആർക്കുള്ളതാണ്? എനിക്കുള്ളത് അവന്റെ അടിമയാണ് ഞാൻ. അപ്പൊ ആ ബോധ്യത്തില് വഹഖിഖ് ബാത്തിനി ബിഹഖായിഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ ഖൽബിൽ അല്ലാഹ് മാത്രം. ഒരു 100 ദിക്ർ മനസ്സറിഞ്ഞ് വേറെ ഒന്നും വേണ്ട. എനിക്ക് ആരേ ഉള്ളൂ. കഴിയുന്നവരൊക്കെ കണ്ണടച്ചിരുന്ന് ചൊല്ലിക്കോ. കണ്ണടച്ചിരുന്ന് ഉറങ്ങിപ്പോരുത്. ഉറങ്ങാനല്ല, ഇന്ന് കൽബിൽ തട്ടിയിട്ട് ചൊല്ലാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നമ്മളിന്ന് രാവിലെ പഠിച്ചു, നമ്മൾ ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ഉറക്കാൻ ആര് വരും? കൂട്ടുവാടിയിപ്പിക്കാൻ വരും. നോയിക്കോ, നമ്മൾ ദിക്ർ ചൊല്ലണതിൻ്റെ ഇടക്കൊക്കെ ശൈത്താൻ വരും ഇല്ലേ? ഈ വസ്നാൻ എന്ന് പറയുന്നൊരു ശൈത്താനുണ്ട്. എന്താണ് വസ്നാൻ? ഇവന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? നമ്മളെ കിടത്തി ഉറക്കിക്കളയും. സുബീക്ക് എണീക്കാൻ സമ്മതിക്കൂല. നമ്മളിപ്പോ വലിയ കാര്യത്തിന് അലാറമൊക്കെ വെച്ച് കിടക്കും. പക്ഷെ സുബഹിക്ക് എന്ത് ചെയ്തിട്ട് ഉസ്താദെ സുബഹിക്ക് എണീക്കണില്ല? അങ്ങനെ എണീപ്പിക്കാതിരിക്കണ ശൈത്താന്റെ പേരെന്താണ്? വസ്നാൻ. ഈ വസ്നാൻ എന്ന ശൈത്താനെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് അധികം ചൊല്ലിയാൽ മതി എന്നാണ്. വസ്നാൻ എന്ന ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവൂല. മുത്തുനബിയെ പ്രണയിച്ച് സ്വലാത്തിൽ നോക്കിയേ. എന്നാൽ നിങ്ങൾ വേറൊരു ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കിയേ. എടാ, നമുക്ക് നാളെ രാവിലെ ഒരു 3:30 മണിക്ക് ഇവിടെ നമുക്ക് കൊടൈക്കനാൽ പോകണം. 3:30 മണിക്ക് അലാറം വെച്ചോന്ന് പറയും. നമ്മള് 2:30 മണിക്ക് ചാടി എണീക്കും ഇല്ലേ? അന്ന് നമ്മൾ ഉറങ്ങിപ്പോയി എന്ന് പറയോ? പറയൂല. സുബഹിസ്കരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിൽ വെറുതായിട്ട് സ്വലാത്ത് എപ്പോഴും ഉണ്ടാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും ഉണ്ടാകണം. അത് ഖൽബിൽ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഇതൊക്കെ യാന്ത്രികമായിട്ട് സംഭവിക്കും. അപ്പോൾ ഉഷാറായിട്ട് ചൊല്ലൂലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله بحق لا إله إلا الله بحق لا إله إلا الله بحق لا إله إلا الله ثم اتقاء النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي دائما أبدا على حبيبك سعد سعيد الزبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي دائما أبدا على حبيبك بالخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي دائما أبدا على حبيبك അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലൊരു ഹദിയ തന്നെ എല്ലാവരും നമ്മുടെ ദിക്ർ മജ്ലിസിലേക്ക് കൊടുക്കണം കേട്ടോ. അള്ളാഹു അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ പടച്ചോൻ എന്ത് തന്നാലും നമുക്ക് അപ്പാടെ സന്തോഷിക്കാൻ കഴിയുന്നൊരു കൽബ് കിട്ടണമെങ്കിൽ കൽബിൽ പടച്ചോൻ എന്ത് ചെയ്യണം? പ്രകാശം തരണം. വേണ്ടേ? ഈ രോഗം തന്നാലും സന്തോഷം, ആരോഗ്യം തന്നാലും സന്തോഷം, പിന്നെ സമ്പത്ത് തന്നാലും ദാരിദ്ര്യം തന്നാലും എന്ത് സംഭവിച്ചാലും എൻ്റെ കൽബ് അനങ്ങൂല. അതിനെന്ത് ചെയ്യണം? കൽബൊന്ന് തുറന്നു കിട്ടണം. അതിനുള്ള വഴിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അള്ളാഹു അങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബന അൻ ഗൈരിക്. പടച്ചോനെ, നിന്നിൽ നിന്നല്ലാത്തതിൽ നിന്നൊക്കെ എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. അതാണ് അത്വഹൂറു ശത്രുൽ ഈമാൻ. ഈമാന്റെ വാദി എന്ന് പറഞ്ഞാൽ അത് ഏത് ശുദ്ധിയാണത്? കൽബിന്റെ ശുദ്ധിയാണ്. അപ്പൊ എൻ്റെ ഹൃദയത്തെ നീ നിന്നിൽ നിന്നല്ലാതെ നീ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കിയുള്ളതിൽ നിന്നൊക്കെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. വനവ്വിർ ഖുലൂബന ബിനൂരി മഅരിഫതിക്. നിന്റെ മഅരിഫത്തായ നൂറ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ, അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക്
بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم بسم الله الرحمن الرحيم فلما آن أوان مولده الكريم وحان مقدمه الشريف العظيم صاح ساؤوش الإشارة بالبشارة لأهل الأرض أجمعين وما أرسلناك إلا رحمة للعالمين فعند ذلك حفت بأمه آمنة الملائكة الأبرار تحجبها بأجنحتها عن أعين الأغيار فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل عليه السلام ولهم زجل بالتسبيح والتقديس والتهليل للملك الجليل وأقبلت الحور العين إلى أمه آمنة رضي الله عنها تبشرها بأنها من جميع المخاوف آمنة وتنوب عن القوابل البشرية وتبشرها بالسعادة الأبدية والغرة القمرية والطلعة المحمدية أخذها المخاض واشتد بها آلامه فولدت النبي صلى الله عليه وسلم كأنه البدر في تمامه صلى الله على محمد صلى الله على محمد يا ربي നല്ല ഉഷാറായിട്ട് ചൊല്ലണം. അടുത്ത റബീഉൽ അവ്വലിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഇത് സ്വീകരിക്കപ്പെടുന്ന റബീഉൽ അവ്വലാകണം. നാളെ പടച്ചവന്റെ അടുത്ത് ചെല്ലുമ്പോ നിന്റെ ഹബീബിനെ ജനിപ്പിച്ച ഈ മാസത്തിൽ ആ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഒരുപാട് മദ്ഹ് ചൊല്ലിയിട്ടുണ്ടല്ലോ. അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് മുത്തുനബിയുടെ മദ്ഹ് ചെയ്യാന്ന് പറയുന്നത്. ആ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റണ്ടേ? അപ്പൊ ആ മദ്ഹ് ഹബീബിനോട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഉഷാറായിട്ട് ചൊല്ലണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദ്രിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ് അസ്സലാത്തു മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇഷ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്ത് മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെന്റെ വാരിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ
അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈവെടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അല്ലാഹ്, അസ്സലാത്തു വസ്സലാമു أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور. الصلاة عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. أنت شمس أنت بدر أنت نور فوق نور، أنت إكسير وغالي، أنت مصباح الصدور. الصلاة والسلام عليك يا رسول الله، الله. الصلاة والسلام عليك يا حبيب الله. يا حبيبي يا محمد يا عروس الخفيقين، يا مؤيد يا ممجد يا إمام القبلتين. الصلاة والسلام عليك يا رسول الله، الله. الصلاة والسلام عليك يا حبيب الله. من رأى وجهك يسعد يا كريم الوالدين، حوضك الصافي المبارك وردنا يوم نشوري. صلى الله صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. ما رأينا العيسى حنت بالسورة إلا إليك، والغمام قد أضلت والملا صلوا عليك. صلى الله محمد صلى الله صلى الله على محمد. وأتاك العود يبكي وتذلل بين يديك، واستجارك يا حبيبي عندك ظبي نفور. صلى الله صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. حينما شد المحاميل وتنادوا للرحيل، الله جئتهم والدمع سائل،
قلت قف لي يا دليل الله يا نبي سلام عليكم الله يا حبيب الله وتحمل لي رسائل أيها الشوق الجزيل الله نحوها تلك المنازل في العشايا والبكور الله يا نبي الله الله يا حبيب سلام عليكم صلوات الله عليكم الله ليس أزكى منك أصلا قد يا جد الحسين الله فعليك الله صلى دائما طول الدهور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم يا ولي الحسنات يا رفيع الدرجات صلى الله عليه وسلم كفيرا عني ذنوبي واغفرا لسيئاتي صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المصابيح ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم محشر الكتنا സമയത്തും ഉമ്മത്തി എന്നൂരത്തോരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തില്ലാതെ ഞങ്ങളിലില്ല താടിയേ സല്ലല്ലാഹു سلام ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين الله قبول ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ.
എല്ലാ മാസവുമുള്ള ദിക്ർ മജ്ലിസിലേക്ക് ഒരു വർഷമായി മുടങ്ങാതെ സംഭാവനകൾ നൽകി വരുന്ന യുവാക്കളുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു വർഷമായിട്ട് അവരെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ലൊരു തുക നമ്മുടെ ദിക്റിലേക്ക് എല്ലാ മാസവും മുടങ്ങാതെ തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിൽ ഒരു സഹോദരന്റെ ഭാര്യ ഗർഭസംബന്ധമായ ബുദ്ധിമുട്ടുകളിലാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ട സഹോദരന്റെ മഗ്ഫിറത്തിന് വേണ്ടിയും കുടുംബത്തിലും തൊഴിലിലും ബിസിനസ്സിലും ബറക്കത്തിനും സമാധാനത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ അല്ലാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എല്ലാ മേഖലകളിലും അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. മരണപ്പെട്ട ഭർത്താവിനും മാതാപിതാക്കൾക്കും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി സ്ഥലം വാങ്ങുന്നതിലേക്ക് 4000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരിയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരിൽ നിന്ന് വിട പറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്ർ വാർഷികത്തിൽ ഏറ്റെടുത്ത തുകയിലെ 2000 രൂപ നൽകിയ സഹോദരിയുടെ മുറാദുകൾ ഹാസിലാകാനും മരണപ്പെട്ട മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കുടുംബത്തിലും തൊഴിലിലും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭക്ഷണം പാക്ക് ചെയ്യാൻ ഓടി വന്ന കുഞ്ഞുമക്കൾ അൽഹംദുലില്ലാഹ് എല്ലാ ദിക്റിലും അവരിവിടെ ഉണ്ട്. ആ ചെറിയ മക്കൾ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇടയിൽ നമ്മുടെ സ്ഥലം വാങ്ങുന്നതിലേക്ക് പലരും ഹദിയ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ഏറ്റെടുത്തവരുണ്ട്. അതൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, അവന്റെ പള്ളിയിലേക്കുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, എത്രയും പെട്ടെന്ന് അത് കൊടുത്തു തീർക്കണം. അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. KCB-യിൽ ജോലി ചെയ്യുന്ന എന്റെ മകൻ പൊള്ളലേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വല്ലാത്ത വേദനയിലാണ്. ശരീരത്തിന് യാതൊരു വൈകല്യവും സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് ഷിഫയാകാൻ ദുആ ചെയ്യണം എന്നുള്ളതാണ്. ദിക്റിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരന് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആജിലായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടുപോയ ഭർത്താവിനും കാരണവന്മാർക്കും മക്കളുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുറാദുകൾ എല്ലാം ഹാസുലാക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഹമീദ് കടക്കൈ ഇപ്പം പ്രയാസത്തിലാണ്, വീണിട്ടൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി ഈ മഹല്ലിന് വേണ്ടി ഓടി നടക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, നമ്മുടെ ഭക്ഷണം പാക്ക് ചെയ്യുന്നത് മുതൽ നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ വിഷയങ്ങളടക്കം എല്ലാത്തിനും ഓടി നടക്കുന്ന ആളുകൾ, അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ കൂട്ടായ്മ എന്നെന്നും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. നമുക്ക് ദ്വാരക്കാൻ സമയമുണ്ടോ? ചെറിയ ദ്വാരക്കാം അല്ലേ? അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നിന്റെ അസ്കാറുകൾ ചൊല്ലിയ സദസ്സാണ് അല്ലാഹ്. നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പാടിയ സദസ്സാണ് അല്ലാഹ്. നീ തഴയല്ലേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥിൽ സവാബ് ആരംഭപ്പൂവായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് മുറാദുകളുമായി ഈ സദസ്സിലേക്ക് ഓടിയെത്തിയവരുണ്ട്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പലരുടെയും കൽബകം വിങ്ങുകയാണ് റബ്ബേ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. എത്രയെത്ര അസുഖബാധിതരുണ്ട്, നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാഹ്. തളർന്നു പോകുന്ന അസുഖങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാവൽ നൽകണേ തമ്പുരാനെ. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പൈശാചികതകളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്.
ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബൊന്ന് തുറന്നു തരണേ അല്ലാ. ഈ ഖൽബിന്റെ കണ്ണുകൊണ്ട് നിന്നെയൊന്ന് ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ കാണാത്ത ഖൽബ് എന്തിനാണല്ലാ? നിന്റെ ഹബീബിനെ കാണാത്ത കണ്ണെന്തിനാണല്ലാ? ആ ഹബീബിനെ കണ്ട് ആസ്വദിക്കാൻ, അതിലൂടെ നിന്നെ ദർശിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, യാ റബ്ബന എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ മജ്ലിസിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്, അവരിൽ നിന്ന് വിട പറഞ്ഞവരുടെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ ഈ ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്നവരടക്കം എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ കഅബാലയം കാണാതെ, മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ പൊന്നുമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ട്. താജ്ദാരെ മദീന, സർവരേ ആലം, സർക്കാർ ആലം, നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ആ നൂറിനെ ദർശിക്കാൻ, ആ നൂറിന്റെ തണലിലായി സ്വർഗീയ ലോകത്തൊരുമിക്കാൻ നിന്റെ കാരുണ്യം കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. സദസ്സിലേക്ക് ഓടിയെത്തിയ സഹോദരിമാരുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൂർത്തീകരിക്കണേ അല്ലാ. ഇവിടുന്ന് നൽകപ്പെടുന്ന ബറക്കത്തിന്റെ ഭക്ഷണത്തിൽ നീ ഖൈറ് നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ബറക്കത്തുള്ള ഭക്ഷണമാക്കണേ അല്ലാ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.